ഗൈസ് അങ്ങനെ വൺ പീസിന്റെ ചാപ്റ്ററുള്ള 1155 ബ്രീഫായുള്ള സ്പോയിലേഴ്സ് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞൊരു ചാപ്റ്ററിൻ്റെ അകത്ത് റോക്സ് ഡി സെവക്കിന്റെ ഫേസ് റിവീലും ചെയ്തു. അതേപോലെ തന്നെ റോക്സ് ഡി സെവക്കിനെ പറ്റി ചെറിയൊരു ഇൻഫോ നമുക്ക് കിട്ടി നമ്മുടെ ബ്ലാക്ക് ബെയിലിന്റെ അച്ഛനാണെന്നുള്ള കാര്യത്തിൽ. സോ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് റോക്സ് ഡി സെവക്കിനെ പറ്റിയും റോക്സ് പൈററ്റ്സിനെ പറ്റിയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പണ്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയാൽ നമ്മൾ പലരും മറന്നുപോയിട്ടുള്ള പല പേരുകളും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്, പല ഇൻസിഡൻറ്റും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല ഒരു എപ്പിസോഡ് പോലും വൺ പീസിൻ്റെ അകത്ത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ആൻസർ കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ. കാര്യം അത്രത്തോളം ഇമ്പോർട്ടൻസ് പണ്ടത്തെ ഓരോ കാര്യങ്ങൾക്കും ഉണ്ട്. എന്തായാലും അധികമൊന്നും പറഞ്ഞ് ഞാൻ വൈകിപ്പിക്കുന്നില്ല. ഇതേപോലത്തെ സ്പോയിലേഴ്സ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. കാര്യം സ്പോയിലേഴ്സ് കിട്ടാൻ നേരത്തെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ആൻഡ് ചാപ്റ്ററിൻ്റെ പേര് ദി റോക്സ് പൈററ്റ്സ് എന്നാണ്. ഇതിൻ്റെ അകത്ത് കവർ പേജിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ സ്ട്രോ ഹെഡ്സിനെ എല്ലാവരും കാണാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാവരും നമ്മുടെ ഏണിയിൽ നിൽക്കുകയാണ്. അതായത് ഒരു സിറ്റിയുടെ റൂഫിലുള്ള കുറച്ചധികം ഏണിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ചാപ്റ്റർ തുടങ്ങുന്നത് കഴിഞ്ഞ ചാപ്റ്റർ അവസാനിച്ച ആ ഒരു പോയിന്റിൽ നിന്നാണ്. അതായത് നമ്മുടെ ലോക്കിയും റോക്സും കൂടെ കണ്ടുമുട്ടിയ ആ ഒരു സമയമില്ലേ, അവിടെ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ സെബേക്ക് എന്ന് പറയുന്നത് ഒരു യൂണീക്കായുള്ള സോർട്സ്മാൻ ആണ്. അത് മാത്രമല്ല പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് 5ഓളം കിങ്സിനെയാണ് ആ ഒരു റവറിൽ വെച്ച് കിഡ്നാപ്പ് ചെയ്തത്. ആൻഡ് 8 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ആ റെവറിയിൽ വെച്ച് നമ്മുടെ ഹാർലുമായിട്ട് കണ്ടുമുട്ടിയ ആ ഒരു സമയത്ത് റോക്സ് നമ്മുടെ ഇമുവായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇമുവിൻ്റെ റൂമിലെ ആ ഫ്ലവേഴ്സൊക്കെയുള്ള ആ റൂമിലേക്ക് നമ്മുടെ റോക്സ് എത്തുന്നുമുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് ഞാൻ ഇനി ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന്. അത് മാത്രമല്ല റോക്സ് മറ്റൊരു കാര്യം കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഡേവി ജോൺസിൻ്റെ വലിയൊരു ഫാനാണ് റോക്സ് എന്നുള്ള കാര്യത്തിൽ. ഈ ഡേവി ജോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. പണ്ടത്തെ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മുടെ ഓട മെൻഷൻ ചെയ്ത് പോയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇനി ഡേവി ജോൺസിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ഞാനൊരു കാര്യം പറയാം. പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഒരു കേഴ്സ്ഡ് പൈററ്റാണ്. ഏൻഷ്യൻ ടൈമിൽ ജീവിച്ചിരുന്നത്. അത് മാത്രമല്ല കടലിനടിയിലാണ് പുള്ളിക്കാരൻ ജീവിച്ചിരുന്നത്. ഓരോരുത്തരുടെ ഷിപ്പിനെ പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് കടലിനടിയിലേക്ക് കൊണ്ടുപോകായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു ട്രഷർ എന്ന രീതിയിൽ. അങ്ങനെയാണ് അവിടെ പണ്ട് ആ ഡേവി ബാക്ക് ഫൈറ്റ് എന്ന പേരും ആ ഒരു ഗെയിമിന് കിട്ടിയത്. എന്നാൽ റോക്സ് ഇമുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു ടൈമിൽ ഇമുവിൻ്റെ കൂടെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഗുങ്കു ആയിരുന്നു. അതിന് ഗുങ്കു എന്ന് പറയുന്നത് നമ്മുടെ ഇമുവിനെ ഡയറക്റ്റ് സെർവ് ചെയ്യുന്ന ഒരു സെർവന്റ് കൂടിയാണ്. അന്ന് തന്നെ റോക്സും ഹാർലുമായിട്ട് ഒരു ക്ലാഷ് ഉണ്ടായി ആ ഒരു റെവറി വെച്ച്. അത് മാത്രമല്ല അത് സോ സ്ട്രോങ്ങർ ആയിരുന്നു. ആ ഒരു ഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ റോജറും വൈറ്റ് ബിയറും ഏറ്റുമുട്ടില്ലേ, അത്രത്തോളം തന്നെ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അതൊന്നും പോരാഞ്ഞിട്ട് അവിടുത്തെ ജസ്റ്റിസ് ഗേറ്റ് പുള്ളിക്കാരൻ തകർക്കെ നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ഒരു ഷിപ്പ്, അതിൻ്റെ അകത്തായിട്ട് അവരുടെ സ്വർണ്ണവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതും നമ്മുടെ സെബേക്ക് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല ഡേവി ബാക്ക് ഫൈറ്റ്സിൽ പുള്ളിക്കാരൻ അന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ്റെ ക്രൂ വീണ്ടും ലാർജറാക്കി മാറ്റുമായിരുന്നു. ഈ ഡേവി ബാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് പണ്ടത്തെ ആ ഡേവി ബാക്ക് ഫൈറ്റ് ആർക്കില്ലേ, നമ്മുടെ ആഫ്രോ ലൂഫിയൊക്കെ ഉള്ള ആ ഒരു ആർക്കിലെ ആ ഒരു ഫൈറ്റാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതായത് പണ്ട് നമ്മൾ പലരും പുച്ഛിച്ച് തള്ളിയ ഇന്നും പല വൺ പീസ് ഫാൻസുകാരും ആ ഒരു ആർക്കൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. സോ ആ ഒരു ആർക്കിന് വരെ എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ അവൻ്റെ ക്രൂവിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 6 മെമ്പേഴ്സിനെ നമുക്ക് എൽബഫിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരാളുടെ പേര് വാങ്സി എന്നായിരുന്നു, മറ്റൊരാൾ ഒരു ഗാങ്സ്റ്റർ ആയിരുന്നു, അവൻ്റെ പേര് മാർലോൺ എന്നായിരുന്നു. ഇനി ചാപ്റ്ററിൻ്റെ അവസാനത്തേക്ക് എത്താൻ നേരത്ത് പുള്ളിക്കാരൻ എൽബഫിൽ കുറച്ചധികം നാൾ താമസിച്ചിരുന്നു. അങ്ങനെ കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം എൽബഫിൽ നിന്ന് പുള്ളിക്കാരൻ പോയി നമ്മുടെ പൈററ്റ് ഡിസ്ലൻഡിൽ ചെന്ന് അത് പുള്ളിക്കാരനെ കൺട്രോളിലാക്കിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് എന്നുള്ള കാര്യത്തിൽ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ ഇറങ്ങാൻ നേരത്ത് അത് നമ്മൾ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് അരിച്ച് പേർക്കായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതെന്തായാലും ഈ വരുന്ന വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച റിലീസ് ആകുന്നതായിരിക്കും. സോ അതിനുവേണ്ടി ഇപ്പം തന്നെ നമ്മുടെ മെയിൻ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ലിങ്ക് ഞാൻ ഇവിടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ ഐ ബട്ടനും കൊടുത്തേക്കാം.